എല്ലാവർക്കും നമസ്കാരം. ഉറക്കമില്ലായ്മ ഇപ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇൻസോമിനിയ എന്ന് തന്നെ പറയും. സിമ്പിളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് നമ്മൾ ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. ഇത് സിംറ്റം, ഇറ്റ്സ് നോട്ട് എ ഡിസീസ്. അതൊരു സിംറ്റമാണ്, ഡിസീസ് അല്ല. അപ്പോൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഈ സിംറ്റത്തിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട്. ട്രാൻസിയൻറ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത് ഈ ഉറക്കമില്ലായ്മ ഒരു ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഇതിനെയാണ്. അടുത്ത ഷോർട്ട് ഇൻസോമിനിയ എന്ന് പറയുന്നത് ഈ ഉറക്കമില്ലായ്മ 1 to 3 വീക്സ് വരെ നീണ്ടു നിൽക്കാം. ക്രോണിക് ഇൻസോമിനിയ എന്ന് പറയുന്നത് 3 വീക്സോ അതിന് മുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ക്രോണിക് ഇൻസോമിനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിയൻറ്റ് ഇൻസോമിനിയയും ഷോർട്ട് ഇൻസോമിനിയ നമുക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മളുടെ ഒരു ഷിഫ്റ്റ് വർക്ക് വരിക, രാവിലെയും രാത്രിയൊക്കെ മാറി മാറി വരുമ്പോൾ നമുക്ക് ഉറക്കക്കുറവുണ്ടാവാം. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോബുണ്ട്, അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്സായിട്ടുള്ള സിറ്റുവേഷൻസ് വരിക, എന്തെങ്കിലും ഡ്രഗിൻ്റെ വിഡ്രോവൽ സിംറ്റമായിട്ട് ഉറക്കമില്ലായ്മ വരിക, ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ നമ്മളിടയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉറക്കക്കുറവുണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്, ഫീമെയിൽസിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, അതായത് പീരീഡ് ടൈമിലൊക്കെ നമ്മളുടെ ഉറക്കക്കുറവ് ടെമ്പററി ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ട്രാൻസിയൻറ്റും ഷോർട്ട് ഇൻസോമിനിയും നമുക്ക് ഒരു താൽക്കാലികമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകുന്നത്. ഇനി ക്രോണിക് ഇൻസോമിനിയ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാണ്, സൈക്കോളജിക്കലും ചില ഡിസീസ് കാരണം. ഇപ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ്സുണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജാണ്. അത്തരത്തിൽ ഉള്ള ആൾക്കാരിലൊക്കെ ഈ ഉറക്കക്കുറവ് ദീർഘമായിട്ട് ഉറക്കക്കുറവ് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോണിക്കായിട്ടുള്ള ഇൽനെസ് ഉള്ള എന്താ പറയുക, നമ്മളുടെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് ആസ്മയുള്ളവരിൽ, ഹാർട്ട് ഡിസീസ് ഉള്ളവരിൽ, ബ്രെയിൻ ട്യൂമേഴ്സ്, അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സസ് ഒക്കെ ഉള്ളവരിൽ ഈ ഉറക്കക്കുറവ് ദീർഘകാലം ഇങ്ങനെ പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാൻസിയൻറ്റും ഷോർട്ടും പറഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ ദീർഘകാലമുള്ള അസുഖങ്ങൾ കൊണ്ട് വരുന്നതാണ് ഈ ക്രോണിക്. നമ്മൾ ചെറിയ ജലദോഷം, പനി, അങ്ങനത്തെ അസുഖങ്ങളും അതുമൂലമുള്ള ഹോസ്പിറ്റലൈസേഷനൊക്കെ കൊണ്ട് ഉറക്കമില്ലായ്മ വരും. അത് നമ്മൾ വരുന്നത് ട്രാൻസിയൻറ്റും ഷോർട്ടും, അത് ടെമ്പററിയാണ്. പക്ഷെ വലിയ വലിയ അസുഖങ്ങൾ, ഹാർട്ട് ഡിസീസ് പോലത്തുള്ള അസുഖങ്ങൾ, അത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഈ ക്രോണിക് ഇൻസോമിനിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഇത് കൊണ്ട് നമ്മൾ പേഷ്യൻസിൽ ഉള്ള സിംറ്റംസ് എന്തൊക്കെയാണ്, അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് അത്ര പറ്റത്തില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോർഡിനേഷൻ കിട്ടത്തില്ല, നമുക്കൊരു സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഇറിറ്റബിൾ ആവുന്നുണ്ട്, നമുക്ക് ദേഹം ആസകലം വേദന വരിക, ഹെവിനെസ് ഓഫ് ഹെഡ് വരിക, അതുപോലെ തന്നെ ദേഹം മുഴുവൻ വേദന, ക്ഷീണം, ഇത്തരത്തിലുള്ള ഫോക്കസ്, മെമ്മറി ലോസ് ഉണ്ടാവുക, ഇത്തരത്തിലുള്ള ഇതൊക്കെയാണ് നമ്മൾ ഉറക്കക്കുറവ് കൊണ്ട് ആളുകൾ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ചായ, കാപ്പി എന്നുള്ളവ ഒഴിവാക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഫിസിക്കൽ എക്സസൈസ് ഡേ ടൈം മസ്റ്റായിട്ടും ഒരു ½ ആൻ അവറെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതുപോലെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് രാത്രി മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സ്ലീപ്പ് സ്റ്റാർട്ടാവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നവർക്ക് രാത്രി നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഡെയിലി രാവിലെ ഇളം വെയിൽ കൊള്ളുക. ഈ സൺലൈറ്റ് ഡേ ടൈമിൽ കൊള്ളുന്ന ആൾക്കാർക്കും രാത്രി മെലറ്റോണിൻ സെക്രീഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ സമയം ഒരു ഗ്ലാസ് വാം മിൽക്ക് കുടിക്കുന്നത് നമുക്ക് ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യാനും നല്ലൊരു ഉറക്കം കിട്ടാനും സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ടീ, കോഫി, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക 4 മണിക്ക് ശേഷം. അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സ് ഒരു 3 മണിക്കൂർ മുന്നെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഓഫാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു 7 o'clock ആകുമ്പോൾ ഡിന്നർ കഴിച്ച് തീർക്കണം. അതും ലൈറ്റ് ആയിരിക്കണം, വയറ് ഫുള്ളാക്കിയ തരത്തിൽ കഴിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് തീരെ ഉറക്കക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ 2 പാദങ്ങളും ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 5 minutes ഡിപ്പ് ചെയ്ത്
ചൂടുവെള്ളം എന്ന് വെച്ചാൽ വാമായിട്ടുള്ള വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ആംബിയൻസ് നല്ലതായിരിക്കണം, എയർ സർക്കുലേഷൻ ഉള്ളതായിരിക്കണം, നല്ല നീറ്റായിട്ട് ബെഡൊക്കെ വിരിച്ച് നല്ല ലൈറ്റ് ഡിം ലൈറ്റിൽ വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട്. അതുപോലെ തന്നെ രാത്രി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, ഒരു 5-10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ചിലർക്കാണെങ്കിൽ മ്യൂസിക് കേട്ടുകൊണ്ടൊക്കെ ഉറങ്ങുവാണെങ്കിൽ നല്ലതായിട്ട് ഉറങ്ങാൻ സാധിക്കും. നമ്മൾ ഒന്നും കണ്ടുകൊണ്ട് ഉറങ്ങരുത്, കേട്ടുകൊണ്ട് നല്ല മ്യൂസിക് കേട്ടുകൊണ്ട് ഉറങ്ങാം. ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവാം, പക്ഷേ ക്രമേണ അത് നമുക്ക് ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യിക്കും. അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും മോട്ടിവേഷണൽ പോഡ്കാസ്റ്റൊക്കെ കേട്ടുകൊണ്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഒരു ദിവസം 10 മണിക്ക് കിടന്നു, ഒരു ദിവസം 12 മണിക്ക് കിടന്നു, അങ്ങനെ ആവരുത്. നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുക ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ആയുർവേദത്തിൽ വാതവും പിത്തവും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇൻസോമനിയ ഉണ്ടാകുന്ന ആൾക്കാരിൽ വാദം പിത്തമൊക്കെ പ്രകോപാവസ്ഥയിലായിരിക്കും. അപ്പോൾ ആയുർവേദത്തിൽ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്നും കുളിക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് മുമ്പ് ഏതെങ്കിലും ഒരു ഓയിൽ കൊണ്ട് ഒരു ബോഡി മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുവാണെങ്കിൽ നമുക്ക് രാത്രി നല്ല ഉറക്കം കിട്ടും. ഡെയിലി നമ്മൾ ബോഡിയിൽ അഭ്യംഗം ചെയ്യുക, ഓയിൽ കൊണ്ടൊരു മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ പാദാഭ്യംഗം, നമ്മൾ പാദത്തിൽ എന്ത് ചെയ്താലും അത് ഡയറക്റ്റായിട്ട് ഹെഡിനെ എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ പാദത്തിൽ നമുക്ക് എന്തെങ്കിലും ഓയിൽ കൊണ്ട് ചെറിയൊരു മസാജൊക്കെ ചെയ്യാം. പിന്നെ പാദത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അഭ്യംഗമൊക്കെ കഴിഞ്ഞ ശേഷം നല്ലോണം പാദം വാഷ് ചെയ്യുക കേട്ടോ. അല്ലാത്ത പക്ഷം കുറച്ച് നേരം ഇട്ടിരിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു സോക്സൊക്കെ ഇട്ടതിന് ശേഷം ചെയ്യാം. അത് സ്ലിപ്പായി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്, അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യണത് ആ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, ഒരു ഓയിൽ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ധന്വന്തരം തൈലം പോലത്തെ ഉള്ളതൊക്കെ ബോഡി മസാജിനും ഫീറ്റ് മസാജിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഫീറ്റ് മസാജ് നമുക്ക് ക്ഷീരബല തൈലം യൂസ് ചെയ്യാം, ധന്വന്തരം തൈലം യൂസ് ചെയ്യാം, ചന്ദനാദി തൈലം നല്ല തണുപ്പുള്ള കൂളിംഗ് ഇഫക്റ്റ് ഉള്ളതാണ്. അത് നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം, പാദത്തിലും യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഓയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ബോഡി അഭ്യംഗവും മസാജും പാദാഭ്യംഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ചില യോഗ പോസ്റ്റേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടും. ശവാസനം, ഹലാസനം, ബാലാസനം, ഉത്താനാസനം, പശ്ചിമോത്താനാസനം, വിപരീതകരണി, ബദ്ധകോണാസനം, ഇത്തരത്തിലുള്ള ആസനങ്ങളൊക്കെ നിങ്ങൾ യോഗ പോസ്റ്റേഴ്സൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ബ്രീത്തിങ് ടെക്നിക്സ്, ഉറങ്ങുന്നതിന് മുമ്പ് ചില ബ്രീത്തിങ് ടെക്നിക്സൊക്കെ ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ, പ്രാണായാമം പോലുള്ള ബ്രീത്തിങ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഇൻഹെയിൽ ചെയ്യുക, ഒരു 5 കൗണ്ട് വരെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 ഒരു 6 കൗണ്ട് കൊണ്ട് എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ, ഹോൾഡ്, എക്സെയിൽ. ഇതൊരു 5 to 6 ടൈംസ് ചെയ്യുമ്പോഴേക്കും നമുക്കൊന്ന് റിലാക്സ് ആവും, നമുക്കൊന്ന് ഉറക്കമൊക്കെ നമുക്ക് നല്ലതായിട്ട് കിട്ടും. പിന്നെ ഇതിൽ നമ്മളുടെ ഉറക്കക്കുറവിൻ്റെ മെയിൻ റീസണാണ് സ്ട്രെസ്സ്. അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ മാക്സിമം പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഉറക്കം കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തീരെ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടുകൂടി ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് എടുക്കാവുന്നതാണ്. താങ്ക് യു.